കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും തിരിച്ചുകയറി. വിപണിയിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടത്തിനാണ് സാധ്യതയെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വില കൂടിയ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ പഴയ സ്വർണം വിൽക്കാനുള്ള തിരക്കിലാണ്. എന്നാൽ സ്വർണം വിൽക്കാൻ പറ്റിയ സമയം ഇതുതന്നെയാണോ എന്നാണ് സാധാരണക്കാർക്ക് അറിയേണ്ടത്. കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും തിരിച്ചു കയറിയിരിക്കുകയാണ്. വിപണിയിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടത്തിനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. എങ്കിലും വലിയ തോതിലുള്ള ഇടിവ് പ്രതീക്ഷിക്കരുത്. ഇന്ന് വില കൂടിയ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ പഴയ സ്വർണം വിൽക്കാൻ താൽപര്യപ്പെട്ടേക്കും. ഇറാനെതിരായ പഴയ ഭീഷണിയുടെ സ്വരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറ്റിക്കഴിഞ്ഞു. യുദ്ധത്തിന് ഇനി സാധ്യതയില്ലെന്നാണ് പുതിയ വിവരം. പകരം സാമ്പത്തികമായി ഇറാനെ പ്രതിസന്ധിയിലാക്കാനുള്ള നീക്കം നടത്തിയേക്കും. ഹോർമുസ് പാത എങ്ങനെയെങ്കിലും തുറന്നു കിട്ടാനുള്ള നീക്കത്തിലാണ് അമേരിക്ക. GCC രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയും സമ്മർദ്ദം നേരിടുന്നുണ്ട്. യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ സ്വർണ്ണവില കുതിച്ചു കയറും. യുദ്ധം ശക്തിപ്പെടുകയാണെങ്കിൽ സ്വർണ്ണവില താഴും. ഇതുതന്നെയാണ് വിപണിയിലെ സാഹചര്യം. ഇപ്പോൾ യുദ്ധം അവസാനിക്കുമെന്ന സൂചന വന്നതോടെയാണ് സ്വർണ്ണവില കയറുന്നത്. ഇറാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് സൈനിക ഓഫീസർമാരിൽ അഴിച്ചുപണിയും വ്യക്തമാക്കി കഴിഞ്ഞു. ഹോർമുസ് തുറക്കില്ലെന്ന് വ്യക്തമായതോടെ ക്രൂഡ് ഓയിൽ വില കയറുന്നുണ്ട്. ബ്രന്റ് ക്രൂഡ് ബാരലിന് $89 പുതിയ വില. ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇനിയും പ്രതിസന്ധി നേരിടും. ഓഹരി വിപണി ഉൾപ്പെടെ തകരാൻ ഇതിടയാക്കും. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട്. ഔൺസ് വില 4400 കടന്ന് കുതിച്ചു. കേരളത്തിലും വില ഉയരുകയാണ്. സ്വർണം ഇനി എങ്ങോട്ടെന്നത് പ്രവചിക്കാനാകില്ല. ഈ വർഷം ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥിതിയിൽ തന്നെയായിരുന്നു സ്വർണം പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്നാണ് പശ്ചിമേഷ്യൻ സംഘർഷം ശക്തമായതും സ്വർണ്ണവില താഴേക്ക് പോയതും. എന്നാൽ യുദ്ധം ഏകദേശം വീണ്ടും ഒരു സമാധാനത്തിലേക്ക് എത്തുമെന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരികയും ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നുവെന്ന പ്രതീക്ഷ ശക്തമാവുകയും ചെയ്തതോടെ സ്വർണ്ണവില വീണ്ടും കുതിച്ചു തുടങ്ങിയത്. പക്ഷേ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാവുകയോ സംഘർഷം കൂടുതൽ വ്യാപിക്കുകയോ ചെയ്യുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും താഴേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ടെന്ന് സ്വർണ്ണ വ്യാപാരികളും പറയുന്നുണ്ട്. എങ്കിലും സ്വർണ്ണവില ഇനി കൂടാനുള്ള സാധ്യതയാണ് കൂടുതലും മുന്നിലുള്ളത്. സ്വർണം വിൽക്കാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കണം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.